അതിന്റെ സംവിധാനം അതല്ല. അത് കേരള സർക്കാരിന് നന്നായിട്ട് അറിയാം. ഇതൊക്കെ ഈ ഒരു ഇലക്ഷൻ അടുത്ത വർഷത്തേക്ക് ഇപ്പൊ മാറ്റിവെച്ചാൽ ഇതെല്ലാം ക്ലിയർ ആവും. സംവിധാനം 1 മുതൽ മിനിമം 4 സാധ്യതയുള്ള സ്ഥലം നിങ്ങൾക്ക് കണ്ടെത്തി തരാൻ, അത് അതിനൊരു പാരാഫെർനേലിയാണ്. ആ സ്ഥലത്ത് ഇന്ന സൗകര്യങ്ങൾ നമുക്ക് വികസിപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും കൂടി ആയിരിക്കണം. ഇതിന്റെ ഒരു പാരാഫെർനേലിയ, ഇതിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിന് പ്രകാരം 4 ജില്ലകളെങ്കിലും 4 സ്ഥലങ്ങളെങ്കിലും അവർ പ്രപ്പോസ് ചെയ്യണം. കേരളത്തിന്റെ ആകമാനമുള്ള വികസനവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോ ഒരുപാട് ബോട്ടിൽ നെക്കുകളുണ്ട്. കൊച്ചി വികസനം എന്ന് പറയുന്നത് ഇനി അസാധ്യമാണ്. അവിടെ അത്രയും സാച്ചുറേഷനായി സഫക്കേഷനുമായി. തിരുവനന്തപുരവും പൂർണ്ണമായിട്ട് 3 ഫേസും കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ വിഴിഞ്ഞത്തിന്റെ അങ്ങനെ ഒരു സഫക്കേറ്റഡ് അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെയുള്ള മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റി കോഴിക്കോടായാലും നമ്മൾ നോക്കാം, മലപ്പുറമാണെങ്കിൽ പോലും ഇപ്പൊ തന്നെ സപ്പിളാണ്. അപ്പൊ ഇത് എത്താത്ത പ്രദേശങ്ങൾ ഏത് എന്നൊക്കെ പറയുന്ന ഒരു വികസന കാഴ്ചപ്പാടോടുകൂടി സ്ഥല ലഭ്യത, അത് ഈ പറയുന്ന പാരാഫെർനേലിയയിൽ അത് അതിന്റെ എല്ലാ അംശങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഞങ്ങൾക്ക് ഇത്രയും സ്ഥലമുണ്ട് എന്ന് അറിയിച്ചാൽ മതി കേന്ദ്ര സർക്കാരിന്. ഇതിങ്ങനെ തന്നെയാണ് കാശ്മീരിൽ പോലും അവസാനം സംഭവിച്ചത്. കാശ്മീർ ഒരുപക്ഷെ അവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പാർട്ടിക്കിൾ അവിടെ ഉണ്ടായി, ഒരു ലഫ്റ്റനന്റ് ഗവർണർ അവിടെ ഉണ്ടായി. ഈ രാഷ്ട്രീയ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ 3ഓ 4ഓ സ്ഥലങ്ങൾ ശുപാർശ ചെയ്തു, ഇവിടെ സ്ഥലം തരാൻ കഴിയുമെന്ന് അറിയിച്ചു. അതിലൊന്നിൽ അതിന്റെ പണി തുടങ്ങി. അവിടെ അവരെ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഒരു വർജ്യമോ അല്ലെങ്കിൽ ഒരു ഒഴിവാക്കലോ ഒന്നും ഇതിനകത്ത് പാടില്ല. എല്ലാം കേരള മക്കളാണ്. ഇനി ഇല്ല, അങ്ങനല്ലല്ലോ പറഞ്ഞു. ആലപ്പുഴയിൽ ഇത് വരണമെന്നത് നിലപാടാണ്. ആ നിലപാട് 2015 മുതലുള്ള നിലപാട്. എന്റെ വാക്കുകൾ നിങ്ങളെടുത്ത് നോക്കിക്കോ. ഈ കീറിയും മുറിച്ചും ചിലവർ തരും, അത് നോക്കരുത്. മുഴുവൻ സ്പീച്ചസ് ഞാൻ ഇവിടെ ഇനി ഒന്നുകൂടെ പറയാം. കൊല്ലം തന്നെ അതിന്റെ റെക്കോർഡ് സൂക്ഷിച്ചോളാം. 2015 ഞാൻ MP ഒന്നും അല്ല. എനിക്ക് അദ്ദേഹവുമായിട്ട് സൗഹൃദമുള്ള സമയത്ത് 22 എയിംസുകൾ വരുന്നു ഇന്ത്യയിൽ. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ എയിംസ് എന്ന് പറയുന്ന ഒരു പദ്ധതി അദ്ദേഹം ഒരു ഡ്രീമായിട്ട് പ്രസന്റ് ചെയ്ത് അത് അദ്ദേഹത്തിന്റെ ക്ലോസറ്റ് മീറ്റിങ്ങുകൾ അവതരിപ്പിച്ചതാണ്. ഇത് പിന്നെ ഒരു ഡിസൈനായി കൊണ്ടുവന്ന് 2016 ഇത് പ്രഖ്യാപിക്കുന്നത്. അന്ന് ഇത് അറിഞ്ഞ് വെറും ഫോണിലൂടെയുള്ള ബന്ധം മാത്രമുള്ള സമയത്ത് ആവശ്യപ്പെട്ടതാണ്. ആലപ്പുഴ പോലെ ഇത്രയും അധപ്പതിച്ച് കിടക്കുന്ന ഒരു എല്ലാ അർത്ഥത്തിലും, അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് നോക്കിയാലും റെന്റൽസ് നോക്കിയാലും അവിടുത്തെ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നോക്കിയാലും, കോട്ടയമൊക്കെ വളരെ ദുരിതത്തിലായിരുന്നു. പക്ഷെ കോട്ടയം മെഡിക്കൽ കോളേജ് ഒന്ന് കേരളത്തിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജുകളിലൊന്നാണ്. പക്ഷെ അത് ആലപ്പുഴയ്ക്ക് സംഭവിച്ചിട്ടില്ല. അപ്പോ ആലപ്പുഴയ്ക്ക് ഇത് കൊടുക്കണം എന്ന് അന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചത് നിലപാടായിരുന്നു. അതിന് മതിയായ കാരണങ്ങളും ഉണ്ടായിരുന്നു. ഇങ്ങ് സംസ്ഥാനത്തിന്റെ ഒരു അറ്റത്തുമല്ല കിടക്കുന്ന, ഒത്ത നടുവിൽ എന്ന് പറയാനൊക്കത്തില്ല. അത് പക്ഷെ തൃശ്ശൂരാണ്. ഞാൻ ആ സ്വാർത്ഥതയും ഇപ്പോഴും നിലപാട് മാറ്റത്തിലൂടെ അറിയിച്ചിട്ടില്ല. അപ്പൊ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഇന്നത്തെ കണ്ടീഷനിൽ ആലപ്പുഴയിൽ ഇവർ സ്ഥലം തരില്ലെങ്കിൽ തൃശ്ശൂർ ഉറപ്പായിട്ടും സ്ഥലം വാങ്ങിയെടുക്കണം. അവിടെയാണ് ഇത് വരേണ്ടത്. സെൻട്രലി ലൊക്കേറ്റഡ് ഇൻ കേരള. ഈ പറയുന്ന ഒരു ബ്രീതിങ് സ്പേസ് വികസനത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും അവിടെയുണ്ട്. ബോട്ടിൽ നെക്കുകൾ വളരെ കുറവാണ്. ഇത് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഞാൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുമല്ല, ആരോഗ്യമന്ത്രിയുമല്ല. ഞാനിത് നിങ്ങൾ ഇവിടുന്ന് ഉത്തരവാദിത്വത്തോടെ തെരഞ്ഞെടുത്തയച്ച ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് എന്റെ ആവശ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ എയിംസ് വന്നിരിക്കും എന്ന് പറഞ്ഞത് 2026 വരും എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ട് സർ. ഇപ്പൊ കാണുന്നില്ലേ, തെരുതര നടന്ന്
ഉദ്ഘാടനവും നിർമ്മാണ പ്രവർത്തനവും ഒക്കെ തുടങ്ങി വെക്കുന്നത് കണ്ടില്ലേ? 2 മാസം അപ്പുറം ഇലക്ഷൻ ഉള്ളപ്പോ. ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ അവകാശമാണ് സർ. പക്ഷെ അത് ഞങ്ങൾ ചെയ്യുമെന്നല്ല പറയുന്നത്. നിങ്ങൾ ഇപ്പൊ സജ്ജമാകും. 2027 അല്ലെങ്കിൽ 28 സാധ്യമാവട്ടെ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വാഗ്ദാനം ആരാ മുന്നോട്ട് വെച്ചത്? എന്റെ ടേം അവസാനിച്ച് അടുത്ത തവണ നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ചു വരുന്നതിന് മുമ്പ് കേരളത്തിൽ സർക്കാരുകൾ, ഇനി മാറി വരുന്ന സർക്കാർ ഉണ്ടെങ്കിൽ അവര്, അതല്ല എവരാ വരുന്നതെങ്കിൽ അവര്, അതല്ല പുതിയ സർക്കാരാ വരുന്നതെങ്കിൽ അവര് സ്ഥലം എടുത്ത് തന്നാൽ ഇത് വരാതിരിക്കാൻ ഒരു കാരണവുമില്ല.